ഏകദേശം ഒരു 7:30 ആയപ്പോൾ ഞാനും അച്ഛനും അമ്മയും ചേട്ടനും കൂടി ഞങ്ങളെ വണ്ടിയിൽ മാളയ്ക്ക് പോന്നു. എന്നിട്ട് ഏകദേശം ഒരു 7:45 ബസ് വന്നു. പിന്നെ പാട്ടും ഡാൻസും ഞങ്ങളുടെ ഇതായ പരിപാടികളിലായിരുന്നു. പിന്നെ ചെറിയൊരു പണി വെളുപ്പിനെ കിട്ടിയായിരുന്നു. വേറൊരു വണ്ടി വന്നിടിച്ച് വണ്ടിയുടെ ബസ്സിൻ്റെ മിററൊക്കെ പോയിരുന്നു. പിന്നെ ഏകദേശം സെറ്റൊക്കെ ആക്കി. പിന്നെ ഇതെന്ന് പറയുന്നത് വെളുപ്പിന് 1:45 ടൈമിൽ ചായ കുടിക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. ഞാനതും പല്ലേച്ചിട്ടില്ല പറഞ്ഞ് ചായ കുടിക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ വെച്ച് വേണ്ട പറഞ്ഞിട്ട് പോയി ചായയൊക്കെ കുടിച്ച്. പിന്നെ പിറ്റേ ദിവസം വെളുപ്പിന് ഏകദേശം ഒരു 6:30 ആയിപ്പിക്കും ഞങ്ങൾ എത്തിയിട്ടോ. അങ്ങനെ എല്ലാവർക്കും ഓരോ റൂംസിൻ്റെ ഫ്രഷ് ആവാനായിട്ട് ഏറ്റവും ലാസ്റ്റ് കയറിയത് ഞങ്ങളായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം. അടിപൊളി റൂമാണ്, നല്ല ക്ലീൻ ആയിട്ടുള്ള റൂമായിരുന്നു. അതുപോലെ എന്താ പറയുക, എല്ലാ സെറ്റപ്പും ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഇപ്പോൾ ചെയർ വേണമെങ്കിൽ ചെയർ, അതുപോലെ കബോർഡ്സും കാര്യങ്ങളൊക്കെ അതിനകത്ത് അടിപൊളിയായിരുന്നു. പിന്നെ ഒരു ഇതാണ് ഇപ്പോൾ ബസ്സിൻ്റെ അപ്പുറത്ത് മിററാണ് പൊട്ടിയിട്ടുള്ളത്. പിന്നെ ഒരു 8:30 ആകുമ്പോഴേക്കും എല്ലാവരും റെഡിയായി ഇറങ്ങണം എന്ന് പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാനായിട്ട്. അങ്ങനെ എല്ലാവരും റെഡിയായി ഇറങ്ങി. പിന്നെ ഞങ്ങളുടേതായ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ബസ്സിൽ കയറി ഫുഡ് കഴിക്കാനുള്ള സ്പോട്ടിൽ എത്തിയിട്ടോ. അപ്പോൾ എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഫുൾ ഫാമിലി ഉണ്ട് കേട്ടോ. അതായത് അച്ഛൻ്റെ ഫാമിലിയാണ്. പാപ്പന്മാർ, ചേട്ടന്മാർ, അവരുടെ ഫാമിലി, അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ. കുറച്ച് വലിയ ഫാമിലിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ എല്ലാവരും ഇറങ്ങി. പിന്നെ ഇതായിരുന്നു കേട്ടോ ഞങ്ങൾ ഫുഡ് അടിക്കാൻ കയറിയ റെസ്റ്റോറൻറ്റ്. രാവിലെ ഉച്ചയ്ക്കും ഇവിടെ തന്നെയാണ് കയറിയത്. അങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ കയറി. ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു. ഫുഡിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കുറേ സാധനങ്ങളൊക്കെ കഴിച്ച് നോക്കുമ്പം ഇടാൻ മറന്നു പോയിട്ടുണ്ട്, വീഡിയോ എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ആദ്യം പോയത് ഗോൾഡൻ ടെമ്പിളിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒത്തിരി ബിൽഡിങ്സ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പം ഞാനിത് ഒരുപാട് ക്ലിപ്പുണ്ട് വീഡിയോ എനിക്ക് ഇടാനാണെങ്കിൽ. സത്യം പറഞ്ഞാൽ ഫോണിൻ്റെ സ്റ്റോറേജിൻ്റെ പോയിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാൻ പോലും പറ്റുന്നുണ്ടായില്ല. അതുകൊണ്ട് ഞാൻ ഓരോ പ്ലേസിൽ പോയതും സെപ്പറേറ്റ് വീഡിയോസ് ഇടാം കേട്ടോ. അപ്പോൾ ആദ്യം പോയത് ഗോൾഡൻ ടെമ്പിളാണ്. അപ്പോൾ അവിടുത്തെ വീഡിയോസ് മാത്രമായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക കേട്ടോ. അപ്പം അങ്ങനെ അവിടെ പിന്നെ കുറേ ഷോപ്പ് ചെയ്യാനായിട്ട് കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തിനെടുത്താലും കത്തിയോട് കത്തിയാണ്. നമുക്കൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. ഒരു കാര്യമില്ലാണ്ട് ഭയങ്കര റേറ്റ്. ഒരു തീരെ കുഞ്ഞ് ബുദ്ധൻ കേട്ടോ, അതിന് തന്നെ എത്രയാ 400-500. ശരിക്കും നമുക്ക് വറുത്തല്ല, ആ എമൗണ്ടിന് വറുത്തല്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒന്നും വാങ്ങിച്ചില്ല. പിന്നെ ഞാൻ ഓൾറെഡി വന്നിട്ടുള്ളതുകൊണ്ട് എനിക്ക് അറിയായിരുന്നു, ഞാൻ കോളേജിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ സാധനങ്ങളൊക്കെ ഞങ്ങൾ കുറേ എടുത്ത് കളിച്ച് ട്രൈ ചെയ്തൊക്കെ നോക്കി. അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും ഞങ്ങൾ അവിടുത്തെ സാധനങ്ങളൊക്കെ അത്യാവശ്യം നോക്കി. പിന്നെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു എക്സ്പെൻസീവ് ആണെന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അടുത്ത് പോകാൻ പോകുന്നത് ബാംബു ഫോറസ്റ്റിലേക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാംബു ഫോറസ്റ്റിൽ അത്യാവശ്യം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നല്ല അഫോർഡബിളാണ്. അപ്പോൾ ആരെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പം ഒത്തിരി സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനാണെങ്കിലും നമുക്ക് നല്ല ഗുഡ് ക്വാളിറ്റി പ്രോഡക്റ്റ്സ് നമുക്ക് അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ ചീപ്പായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുള്ളവിടെ കറങ്ങി നടക്കുകയാണ് കേട്ടോ. ഞാൻ വ്ളോഗ് എടുത്ത് ഓരോന്ന് പറഞ്ഞിട്ടൊക്കെ നടക്കാം. പക്ഷേ മൈക്ക് എടുക്കാൻ മറന്നു വേണ്ടി ഫുള്ള് സൗണ്ട് ആയതുകൊണ്ടാണ് ഞാൻ ഫുള്ള് സൗണ്ട് എടുക്കാത്തത്. അപ്പം ഞാനില്ലേ മതി പിന്നെ ഇതാ നോക്കിയേ, ഇതുമ്പോൾ മൊത്തം തേനീച്ച കൂടാ നിറയെന്ന് വെച്ചാൽ ഒരു 7-8 കിലോ കൂടുതൽ ഇവർക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ട് തേൻ. ഇത് ഗോൾഡൻ ടെമ്പിളിൻ്റെ ഒത്തിരി ബിൽഡിങ്സ് ഉണ്ട് കേട്ടോ അവിടെ. അപ്പം ഞങ്ങൾ അതിനകത്ത് മെയിനായിട്ടുള്ളൊരു വലിയ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കയറി. ഇപ്പോൾ ടെമ്പിളാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ കയറി ഇരുന്നതാണ് കേട്ടോ. അത് നല്ല പീസ്ഫുള്ളാണ്, ഒട്ടിപ്പൊളി. എന്താ പറയുക, ഒരു പ്രത്യേക കൂളിങ്ങും. അതിൻ്റെ ഉള്ളിൽ നിറയെ കിളികളുടെ സൗണ്ടാണ്. അതായത് നിങ്ങൾക്ക് കേൾക്കണമെന്നറിയില്ല, അതിൻ്റെ ഉള്ളിൽ ഞാൻ ആദ്യമേ ഇത് സൗണ്ട് എഫക്റ്റ് ഇട്ടേക്ക് അയക്കുന്ന, പക്ഷേ ഒറിജിനൽ കിളികൾ അതിലൊന്ന് പറന്ന് നടക്കുന്നുണ്ട്, കുറേ പറന്ന് നടക്കുന്നുണ്ട്, കുഞ്ഞു കുഞ്ഞു കിളികൾ. പിന്നെ അതാ ഒരുപാട് സ്ഥലത്തൊക്കെ കയറി കുറച്ചൊക്കെ പ്രാർത്ഥിച്ചു. ആദ്യമൊക്കെ ഞാൻ പ്രാർത്ഥിച്ച് നടന്നു. പിന്നെ ഇത് കണ്ടോ, ഇത് നിങ്ങൾ കണ്ടോ, കൊക്കക്കോള വെച്ചിട്ട്. ഇതിൻ്റെ കൺസെപ്റ്റ് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. കൊക്കക്കോളൊക്കെ വെക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണാം. അങ്ങനെ കുറേ സ്ഥലങ്ങളിലൊക്കെ കയറി. കുറേ സ്ഥലങ്ങളല്ല, കുറേ കണ്ടോ 2-3 ബിൽഡിങ് 2-3 അല്ല കുറേ ബിൽഡിങ് ഉണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ തൊഴുതൊക്കെ നടന്നു.
പിന്നെ ചുമ്മാ കണ്ടു കിടക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞ അമ്പലത്തിൻ്റെ നമ്മൾക്ക് ഈ ഒരു രീതിയല്ലല്ലോ, അതുകൊണ്ട് ആ ഒരു ഫീലിംഗ് വരാത്തത് കൊണ്ട് ഞാൻ ചുമ്മാ എല്ലാം കണ്ടു കിടന്നു. ഇതെന്ന് പറയുന്നത് എന്താ, ഒരു മാപ്പല്ലല്ലോ, എന്താ പറയുക, ഒരു സ്റ്റിൽ മോഡലൊക്കെ നമ്മൾ ചെയ്യില്ലേ, ഭൂട്ടാൻ്റെയോ എന്തോ ആ ഏതോ ഒരു കൺട്രീൻ്റെ ഇതായിരുന്നു ഇത്. ഞങ്ങൾ ഫോട്ടോ എടുത്താണ്ടോ അവിടെയുള്ള ഏതൊരു പിള്ളയായിട്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങളങ്ങനെ വയ്യ ഇവിടെ നിന്ന് ഇറങ്ങാണ്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോണത് ബാംബു ഫോറസ്റ്റിലേക്ക്. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടോളൂ. ടാറ്റാ.